ഹലോ ഫ്രണ്ട്സ്, ആദ്യ സോജ വ്ളോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ ഗൈസ്? ഇന്ന് അവിടെ സിലോഫിയ മീൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കിടിലൻ കറി കണ്ടാലോ ഗൈസ്? അപ്പോൾ അതിനായിട്ട് ഞാനൊരു സിലോഫിയ മീനാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വേണ്ട ഐറ്റംസ് എല്ലാം ഒന്ന് കണ്ടിട്ട് വന്നാലോ? അപ്പോൾ ഈ ഒരു സിലോഫിയ മീൻ കറി വെക്കാനായിട്ട് വേണ്ട ഐറ്റംസ് ഇതൊക്കെയാണ്. അപ്പോൾ ഈ ഒരു മീൻ നമ്മൾ സിലോപ്പി എന്നൊക്കെ പറയാറുണ്ട്. ഇവിടെ സിലോഫിയ എന്നാണ് കേട്ടോ പറയാറ്. അപ്പോൾ ഇതിന് വേണ്ട ഐറ്റംസ് എല്ലാം നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അവിടെ കുറച്ച് ചെറിയുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയ സവാളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. കുറച്ച് കാന്താരി മുളക് എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് വേണ്ടത്. ഇനി ഇതിനെയൊക്കെ നമുക്കൊന്ന് വൃത്തിയാക്കിയിട്ട് വരാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ എടുത്തു വെച്ച എല്ലാ ഐറ്റംസും നമ്മൾ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയുള്ളി നമ്മൾ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സവോളയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് അങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കാന്താരി മുളക് കട്ട് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ, അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പാചകം തുടങ്ങിയാലോ? അപ്പോൾ നമ്മൾ ഈ ഒരു മീൻ കറിക്ക് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ പാൻ ഒന്ന് ഗ്യാസിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഓയിലൊക്കെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളിയാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവോള ഉണ്ടല്ലോ, അതുകൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ. ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഒന്ന് ചൂടായി വരാനുണ്ട്. ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെയൊക്കെ പച്ച മണമൊക്കെ ഒന്ന് പോകണം. അപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായി ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കേണ്ട പൊടി ഐറ്റംസ് ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ്. ഒരു വലിയ സ്പൂൺ മല്ലിപ്പൊടി തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ്. ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിമൊക്കെ നന്നായിട്ട് ലോ ആക്കി വെച്ചിട്ട് വേണം നമ്മളിത് പൊടി ഐറ്റംസ് ഒക്കെ ഒന്ന് നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ കരിഞ്ഞ മണം വരും. നമുക്ക് പെട്ടെന്ന് ഇടാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്താൽ മതി. ഒരു പച്ച മണം പോകുന്ന വരെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. പച്ചമണമൊക്കെ ഒന്ന് പോയിട്ടുണ്ട്, ചെറുതായിട്ടൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കുന്ന വരെ വെക്കാം. തണുത്തിട്ട് അതിന് ശേഷം നമുക്ക് ഇതിനൊന്ന് മിക്സിയിൽ നന്നായിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ മീൻ കറി വെക്കാനായിട്ട് ഒരു മൺചട്ടി ഗ്യാസിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടി വരട്ടെ.
നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വെക്കാൻ പറ്റിയൊരു മീൻ കറിയാണ്. അപ്പോൾ ഉലുവയൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഉലുവയൊക്കെ ഒന്ന് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കാന്താരി മുളകും അതേപോലെ തന്നെ ചെറിയുള്ളി ചെറുതാക്കി കട്ട് ചെയ്തതും പിന്നെ കറിവേപ്പിലയും ഇത് മൂന്നും നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കാനായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വാളംപുളി വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പുളിപ്പിനനുസരിച്ച് വാളംപുളിൻ്റെ അളവ് നമുക്ക് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അളവും നമുക്ക് ചാറ് നല്ലോണം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ആ ഒരു കറിൻ്റെ തിക്നെസ്സിനനുസരിച്ചിട്ടാണ് വെള്ളം ചേർക്കേണ്ടത്. പിന്നെ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മൾ മിക്സിയിൽ അരച്ചെടുത്ത ആ ഒരു അരപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് വേണം കേട്ടോ അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ അത് നന്നായിട്ട് പേസ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിന് നമുക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പുളി ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമ്മൾ വാളംപുളിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മൾ മിക്സിയിൽ അരച്ചെടുത്ത ആ ഒരു അരപ്പുണ്ടല്ലോ അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിൽ ആവശ്യത്തിന് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിള വരണം. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇപ്പം തന്നെ ആ ഒരു മീൻ കറിൻ്റെ മണമൊക്കെ വരുന്നുണ്ട്. നമ്മൾ മീനൊക്കെ ഇടുന്നേ ഉള്ളൂ. നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ ഇത് അരപ്പൊക്കെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇവിടെ തിളച്ചിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നന്നായി തിളച്ചിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതാ ചാറൊക്കെ നന്നായി സെറ്റായിട്ടുണ്ട്. കുറച്ച് തിക്കൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലോട്ട് മീനിട്ട് കൊടുക്കാം. സിലോഫിയ മീനാണ്. നമുക്ക് കുറച്ച് മീൻ വറുക്കാനും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തലക്കഷ്ണമാണ് കൂടുതൽ ഇട്ട് കൊടുക്കുന്നത്. ഇത് കുറച്ചിങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതാ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് അങ്ങനെ ഇളക്കി കൊടുക്കാൻ പാടില്ല. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളയ്ക്കുന്നവരേക്കും വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ കിടിലൻ ടേസ്റ്റി സിലോഫിയ മീൻ കറി ഇതവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം.
മീനൊക്കെ വെന്ത് നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇതാ കണ്ടില്ലതാ, മീനൊക്കെ അങ്ങനെ വെന്ത് അടിപൊളിയായിട്ടുണ്ട്. നല്ല സെറ്റ് മീൻ കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഈ ഒരു നാടൻ സിലോഫിയ മീൻ കറി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കൂട്ടുകാരെ. അപ്പോൾ ഇത് നല്ല ചൂട് ചോറിൻ്റെ കൂടിയും പുട്ടിൻ്റെ കൂടിയും ചപ്പാത്തിൻ്റെ കൂടിയൊക്കെ കഴിച്ചാലുണ്ടല്ലോ പൊളി പൊളി കോമ്പിനേഷനാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ, നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കിടിലൻ ടേസ്റ്റി സിലോഫിയ മീൻ കറി ഇതാ അവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതാ നല്ല ചൂട് ചോറിൻ്റെ കൂടിയും ചപ്പാത്തിൻ്റെ കൂടിയൊക്കെ കഴിക്കാനുണ്ടല്ലോ പൊളി പൊളി കോമ്പിനേഷനാണ് കേട്ടോ ഇത്. നല്ല പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ് ഈ ഒരു ഗ്രേവിയൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കില്ലേ. നോക്കിയിട്ട് യൂസ്ഫുള്ളായി തോന്നിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.